തണുപ്പ് കാലമായതോടെ ഗൾഫിലെ മരുഭൂമിയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. മരുഭൂമിയിലേക്ക് യാത്ര പോകുന്ന ഖത്തറിലെ സംഘത്തിനൊപ്പം ചേരുകയാണ് അബ്ബാസ് മുഹമ്മദ്. അപ്പോൾ നമുക്കൊരു ഡ്യൂൺസ് ഡ്രൈവിന് പോയാലോ? വാ പോകാം. ഖത്തറിലെ ഇൻലാൻഡ് സീക്ക് അടുത്തേക്കാണ് യാത്ര. ഒന്നും രണ്ടുമല്ല, 250ഓളം വാഹനങ്ങൾ, അതിൽ 100 കണക്കിന് മനുഷ്യർ. മരുഭൂമി കാത്തുവച്ച വിസ്മയങ്ങൾ തേടി പുറപ്പെടുന്നവർ. പുലരും മുമ്പേ വഴിവട്ടങ്ങൾ കടന്ന് പുറപ്പെട്ടവരാണ്. വെളിച്ചം മരുഭൂമിയെ തൊടുന്ന നേരം അവരിങ്ങനെ ആ വലിയ യാത്രക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. വാഹനങ്ങൾ അണിയണിയായി നിന്നു. അവയുടെ തടിച്ച ചക്രങ്ങൾ മണലിലുരഞ്ഞ് സീൽക്കാരങ്ങൾ ഉണ്ടാക്കി. അതിനിടയിലും കുട്ടികൾ അവരുടെ കളിവാഹനങ്ങൾ കൊണ്ടൊരു പെടപെടച്ചു. വാഹനങ്ങൾ ഒട്ടകങ്ങളെപ്പോലെ വരിവരിയായി നിന്നു. എല്ലാറ്റിനെയും നമ്പറിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ 10 വാഹനങ്ങളുടെയും മേൽനോട്ടത്തിന് ഇടയനെപ്പോലെ അരികിൽ വിദഗ്ധ ഡ്രൈവർമാരുടെ വാഹനങ്ങൾ. അടിയന്തര ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനായി മറ്റൊരു സംഘം. 10-30 കിലോമീറ്റർ ദൂരമുള്ള യാത്രക്കൊടുവിൽ സംഘം മരുഭൂമിക്കുള്ളിലെത്തി. അവിടെ യാത്രാ സംഘത്തിൻ്റെ ആഘോഷ പരിപാടികൾ: കേക്ക് കട്ടിംഗ്, പാട്ടും നൃത്തവും ചെണ്ടമേളവും, കൂടെ ഉഗ്രനൊരു കാലിഗ്രഫിയും. എന്തുകൊണ്ടാണ് മരുഭൂമിയോട് ഇത്ര പ്രണയം എന്നതിന് ഈ യാത്രാ സംഘത്തിന് കൃത്യമായ ഉത്തരവുണ്ട്. ഖത്തറിലെ മരുഭൂമിക്കുള്ളിലെ 250ഓളം പ്രീമിയം വണ്ടികൾ ഒരുമിച്ച് ചേർന്നൊരു ആഘോഷം. ഖത്തറിലെ വണ്ടി പ്രാന്തന്മാരായിട്ടുള്ള ഡ്യൂൺ ട്രൂപ്പേഴ്സാണ് ഈ ആഘോഷത്തിന് പിന്നിൽ. 250 വണ്ടികളെന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100 കണക്കിന് ആളുകൾ കൂടി ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ റമീസ് ക. എന്തെല്ലാം ഒരു വ്യത്യസ്തമായ ആഘോഷം? ആക്ച്വലി നമ്മൾ ആനിവേഴ്സറികൾ വ്യത്യസ്തമല്ല, ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊണ്ടാടാറുള്ളത്. ഇത് നമ്മൾ 3ാമത്തെ ആനിവേഴ്സറിയാണ്. കഴിഞ്ഞ 2 തവണയും ഇതേപോലെ തന്നെ ആയിരുന്നു. അതിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് GCLCയുടെ എന്താ പറയുക റെക്കോർഡൊക്കെ തകർത്തുകൊണ്ട് വലിയൊരു കോൺവേ കൊണ്ടുപോകാൻ പറ്റി. വളരെ സന്തോഷം. ഇപ്രാവശ്യം അതിലും വലിയ ഒരു കോൺവേ, അതായത് 250ഓളം വണ്ടികൾ നമുക്ക് ഇപ്രാവശ്യം കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. എന്താണ് ഈ ഡ്യൂൺ ട്രൂപ്പ്സ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ്, എപ്പോഴാണ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയാം? ഡ്യൂൺ ട്രൂപ്പേഴ്സ് പലപ്പോഴായിട്ട് ഒറ്റയ്ക്ക് മുമ്പ് വരാറുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഒരുപാട് അപകടങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ട് പല അപകടങ്ങളും നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എന്താ പറയുക, നമുക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കാമെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഡ്യൂൺ ട്രൂപ്പേഴ്സ് നമ്മൾ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ ചെറുതായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ എന്താ പറയുക, അതൊരു 300-350 മെമ്പേഴ്സിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ 350 ഓഫ് റോഡ് വെഹിക്കിളിൽ എത്തി നിൽക്കുകയാണ്. 3 വർഷം എത്തി നിൽക്കുകയാണ് ഇന്നത്തേക്ക്. എന്താണ് നിങ്ങളുടെ ഒരു വലിയൊരു ആളുകളുടെ ഒരു കൂട്ടായ്മ? സ്വാഭാവികമായിട്ടും ഇതിന് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പവർ എന്താണ് ശരിക്കും? നമ്മളെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെമ്പേഴ്സ് തന്നെയാണ്. 100% ഇത് പറയാൻ പറ്റും. നമ്മളെ മെമ്പേഴ്സ് തന്നെയാണ് നമ്മളെ പവർ. മെമ്പേഴ്സിൻ്റെ പവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് 1, 2, 3 ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പിന്നിൽ വലിയൊരു ടീമുണ്ട്. ആ ടീം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ മെമ്പേഴ്സിൻ്റെ പവർ കൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ എത്ര കിലോമീറ്ററാണ് നമ്മൾ അകത്തേക്ക് വന്ന് സഞ്ചരിച്ച അതിൻ്റെ ഒരു വിശദീകരണം? നോർമലി ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ നിയർ ടു ഇൻലാൻഡ് സീൻ്റെ അടുത്താണുള്ളത്. ഇന്ന് വന്നിട്ടുള്ളത് ഈ ആനിവേഴ്സറി റൈഡിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒഴിഞ്ഞ ഏരിയ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നോർമലി അത് നമ്മളൊരു റൗണ്ട്സ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മളൊരു 80-100 കിലോമീറ്റർ കവർ ചെയ്തിട്ടാണ് ഡെസേർട്ടിൻ്റെ ഉള്ളിൽ തന്നെ പോകാറുള്ളത്. ജല്ലിക, എന്താണ് ഈ ഒരു വലിയ ആഘോഷം കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷം. ഞാൻ ആക്ച്വലി ഗ്രൂപ്പിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു വ്യക്തിയാണ്. 3 വർഷമായിട്ട് അവന്മാരെ കൂടെ തന്നെ ഒപ്പം വലം കൈ ഇടങ്കൈ ഞാൻ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ശരിക്കും നമ്മളെ ലൈഫ് ആ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഡെസേർട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് മരുഭൂമി നമ്മൾ ചോയ്സ് ചെയ്യുന്നത്? എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേത്തൊരു ആനന്ദം, നമുക്ക് ഇവിടെ വന്ന് വേറെ തന്നെ മൈൻഡ് ഫ്രീ ആവും.
വർക്ക് സ്ട്രെസ്സൊക്കെ മാറി ഇവിടെ നമുക്ക് ഫ്രണ്ട്സായിട്ട് കൂടി വണ്ടികളിൽ കയറി മലമറിക്കുമ്പോഴുള്ളൊരു ഫീൽ വേറെ തന്നെയാണ്. ഈ ഒരുപാട് ആളുകൾ ഇപ്പോൾ കടൽ കാണാൻ പോകുന്നവരുണ്ട്, പല സ്ഥലത്തും കാണാൻ പോകുന്നുണ്ട്. ഞാൻ ഈ മരുഭൂമി നമുക്ക് മുമ്പിൽ ഒരുക്കി വെക്കുന്നൊരു സർപ്രൈസ് എന്താണ് ഇക്കാര്യത്തിൽ? മരുഭൂമി സർപ്രൈസേ ഉള്ളൂ. കാരണം വെച്ചാൽ പല ഇതിലും ഒരേപോലെ ആയിരിക്കത്തില്ല. ഇന്ന് കാണുന്നതിൽ നാളെ കാണാം. അതുകൊണ്ട് നമുക്ക് വേറെ തന്നെ ഒരു ഫീലാണ് മരുഭൂമിയിൽ. ഈ ഒരുപാട് വണ്ടികളിൽ നിന്ന് വന്നു, ഒരുപാട് ഫാമിലീസ് വന്നു അല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വിജയം എന്താണ്? അത് ഇതന്നെ നമ്മളെ വിജയം. നമുക്ക് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് ചേർക്കാൻ പറ്റിയല്ലോ, ഒരു കൊടക്കയിൽ കൊണ്ടുവരാൻ പറ്റിയല്ലോ, അതല്ല നമ്മളെ വിജയം. ആരവം മുറുകവേ വെയിൽ പരന്നു, ചൂടു കനത്തു, പലരും തണലുകളിലേക്ക് ചേക്കേറി. എങ്കിലും ആവേശത്തിന് തെല്ലും കുറവുണ്ടായില്ല. ഒടുവിൽ ഹൃദയത്തിൽ ചേർത്തുവെക്കാൻ കുളിരും ചൂടുമുള്ള പലതരം ഓർമ്മകൾ പറിച്ചെടുത്ത് അവർ തിരികെ നാടുപിടിച്ചു.